നമുക്കിന്നൊരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാം. പെരുന്നാൾ ദിവസങ്ങളിൽ ഫ്രൂട്ട് സാലഡാണ് ഏറ്റവും ബെസ്റ്റ് ഡിസേർട്ട്. ഐസ്ക്രീം ഞാൻ സജസ്റ്റ് ചെയ്യില്ല, കാരണം അതിൽ എമൽസിഫയർ എന്നൊരു സാധനം ഉള്ളതുകൊണ്ടേ അത് ഇത്തിരി പ്രശ്നക്കാരനാണ്. അപ്പോൾ നമുക്ക് ഫ്രൂട്ട് സാലഡിന് ആവശ്യമായ ഫ്രൂട്ട്സ് നമുക്കറിയാം. ആദ്യമേ തന്നെ നമുക്കൊരു നേന്ത്രപ്പഴം എടുക്കാം. ഏത്തപ്പഴേ പഴം ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്നൊരു ഫ്രൂട്ടാണല്ലോ. ഇതില്ലെങ്കിൽ ഞാലിപ്പൂവൻ പഴം എടുത്താലും മതി. ഡെയിലി ഒരു പഴം കഴിക്കാൻ പറ്റിയാൽ അത്രയും ഹെൽത്തി ആയിരിക്കും അത്. ഇതിനിപ്പോൾ തൊണ്ട് കളഞ്ഞ് കുരുകുരുന്ന് ചെറുതായിട്ട് നമുക്ക് അരിയാം. ഇനി നമുക്ക് കുറച്ച് മുന്തിരി അടർത്തിയെടുക്കാം. ഇത് മഞ്ഞളും ഉപ്പും ചേർത്ത വെള്ളത്തിൽ 2 മണിക്കൂർ ഞാൻ ഇട്ട് വെച്ച് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇത് വിറ്റാമിൻ സിയുടെ കലവറയാണ്. ഇനി നമുക്ക് പേരയ്ക്ക എടുക്കാം. നമ്മുടെ വീടുകളിൽ എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണ് ഇത് കുരു കളയാതെ കഴിക്കാൻ പറ്റിയ അത്രയും നല്ലതാണ്. ഇതിൻ്റെ ഇലയും ഫ്രൂട്ടും വളരെ ഹെൽത്തിയാണ് ഷുഗർ പേഷ്യൻസിന്. ഞാനിത് തൊണ്ട് കളയാതെ ഇതായിരിക്കുന്നത്. ഇനി നമുക്ക് കിവി എടുക്കാം. കിവി ആഡ് ചെയ്യുന്നത് പുളിക്ക് വേണ്ടിയാണ്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് സ്കൂപ്പ് ചെയ്തെടുക്കാം. മാന്തള നാരങ്ങ കിട്ടിയില്ല, അതിന് പകരം അപ്പം കിവി എടുത്തത്. 2 കിട്ടിയാലും ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി, അല്ലെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും. ഇനി നമുക്ക് കുറച്ച് മെലണൊക്കെ അരിഞ്ഞ് ചേർക്കാം. മത്തങ്ങയുടെ ചെറിയൊരു ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞ് ചേർക്കാം. പൈനാപ്പിൾ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എസൻസ് അതിന് പകരം ഒന്നും ചേർക്കണ്ട കേട്ടോ. ആപ്പിളും പീറയും ഏറ്റവും ലാസ്റ്റ് അരിഞ്ഞാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ കളറൊക്കെ പോകും. ചിലർ ആദ്യമേ തന്നെ ഇത് അരിഞ്ഞ് ഷുഗർ സിറപ്പിലൊക്കെ ഇട്ട് വയ്ക്കും, അപ്പോൾ കളർ പോകില്ല. പക്ഷെ ഞാനത് ഹെൽത്ത് നോക്കി അതൊന്നും ചെയ്യുന്നില്ല. നമുക്ക് ഫ്രൂട്ട് സാലഡിൻ്റെ ബേസ് ശരിയാക്കാൻ വേണ്ടി 2 കപ്പ് പാല് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. ഇതിന് 500 ml പാലാണ് എടുത്തേക്കണേ, 1/2 ലിറ്റർ. ഈ പാലൊന്ന് നമുക്ക് തിളയ്ക്കട്ടെ. ഈ പാലൊന്ന് ശരിയൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ. ഈ പാല് തിളയ്ക്കണ വരെ മീഡിയം ഫ്ലെയിമിലിടാം. നമുക്ക് ബാക്കിയുള്ള പാൽ ഈ കപ്പിലേക്കൊന്ന് ഒഴിക്കാം. ഇതിനകത്തേക്ക് നമുക്കിനി 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കലക്കാം. 2 ടേബിൾ സ്പൂണാണ് കറക്റ്റ് മെഷർമെൻറ്റ്.
ഇതിനകത്തെ എസൻസ് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. നമ്മുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഉണ്ടാക്കിയത്. വാനിലയാണ്, വാനിലയുടെ ഫ്ലേവറാണ്. ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് അതിനകത്തേക്ക് അടുപ്പത്തേക്ക് ഒഴിക്കാത്തത് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിനകത്തേക്ക് നമ്മൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയ്ക്ക് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിനകത്തേക്ക് കസ്റ്റാർഡ് മിക്സ് ചേർക്കാം കേട്ടോ. ഇങ്ങനെ ചേർക്കുമ്പോൾ കട്ട കിട്ടില്ല. അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ പാല് തിളയ്ക്കാതെ വയ്ക്കുന്നത്. നമ്മൾ ഈ കസ്റ്റാർഡ് ഒഴിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യത വരും കേട്ടോ. കട്ട കെട്ടാനും സാധ്യത വരും. ഇങ്ങനെ നമ്മളിന്നേ ഇളക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും, അടി ആ പാത്രത്തിൻ്റെ അടി കാണുന്നൊരവസ്ഥയിൽ വരും. അപ്പോൾ നമുക്ക് കണ്ടാം ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് നിർത്താം. ഇത് ചൂടാറണ വരെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പാട പോലെ ഇങ്ങനെ മുകളിലേക്ക് എടുക്കും. അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടൊക്കെയാണ് ഇത് റൂം ടെമ്പറേച്ചർ ആവണ വരെ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, എപ്പോഴും ഇളക്കണമെന്നില്ല. ഇതിപ്പം നമ്മുടെ ഫ്രൂട്ട് സാലഡിൻ്റെ ബേസ് ചൂടാറിയിട്ടുണ്ട്. നമ്മൾ റൂം ടെമ്പറേച്ചർ അത്രയും ആ ഒരു ഇതിലെത്തിയാൽ മതി. ഇതിപ്പോൾ ചൂടാറിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് ഇത് ഇനി നമുക്ക് 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വയ്ക്കണം. ഞാൻ 2 തരത്തിലുള്ള പിയറാണ് എടുത്തേക്കണേ. ഒന്നിന് നല്ല മധുരവും മറ്റേതിന് ഒരു പുളി കലർന്ന ടേസ്റ്റാണ്. ഇത് കസ്റ്റാർഡിലിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇനി നമുക്ക് ഫ്രൂട്ട് സാലഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രൂട്ട്സ് എടുക്കാം. അതാണ് ആപ്പിൾ. ആപ്പിളില്ലാണ്ട് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. മറ്റൊരു കാര്യം, ഇത് എവിടെ നിന്ന് മേടിച്ചതായാലും ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് കേട്ടോ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് കസ്റ്റാർഡ് എടുക്കാം, എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കാം.
ഉടഞ്ഞു പോകാത്ത രീതിയിൽ പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കാം. അതിനകത്തെ എസൻസ് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല, നമ്മുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഉണ്ടാക്കിയത്. ഇത് ഇനി സെർവ് ചെയ്യാനായിട്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് മാറ്റാം. ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് നിങ്ങൾ ഗാർണിഷ് ചെയ്യരുത് കേട്ടോ. ഫ്രൂട്ട് സാലഡിന് എപ്പോഴും ഫ്രഷ് ഫ്രൂട്ട്സും കസ്റ്റാർഡും മാത്രമേ ഉപയോഗിക്കാവൂ. ഇതെല്ലാവരും തീർച്ചയായും പെരുന്നാൾ ദിവസങ്ങൾ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു.